ഹായ്, ഇസ് മൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ഓഡിയോ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് ഗോവൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ബിഡാമിയർച്ചി ഫസ്റ്റ് ലുക്ക്, മൈ ഒപ്പീനിയൻ. ബിഡാമിയർച്ചി ഫസ്റ്റ് ലുക്കിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ബിഡാമിയർച്ചിയുടെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിരിക്കുകയാണ്. അജിത്ത് ഒരു ബാഗൊക്കെ പിടിച്ചുകൊണ്ട് ഒരു റോഡിൽ നിൽക്കുന്ന, നടന്നു വരുന്ന പോലെ അല്ലെങ്കിൽ റോഡിൽ നിൽക്കുന്ന പോലെ ഒരു ഫസ്റ്റ് ലുക്കാണ് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി നാളുകളായി ചിത്രം ഇങ്ങനെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ട്. ഇടയ്ക്ക് ചിത്രം ഡ്രോപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പല അപ്ഡേറ്റുകൾ വന്നിരുന്നു. പക്ഷേ പിന്നീട് ഷൂട്ടിംഗ് റീസ്റ്റാർട്ട് ചെയ്തു എന്നിങ്ങനെ ന്യൂസുകളൊക്കെ പുറത്ത് വന്നിരുന്നു. അപ്പോൾ തകൃതിയായിട്ട് ഷൂട്ടിംഗ് മുന്നോട്ട് കുതിക്കുകയാണ്. അസർബൈജാനിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് ബിഡാമിയർച്ചിയുടെ. ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് മകിഴ് തിരുമേനിയാണ്. മകിഴ് തിരുമേനിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ 6ാമത്തെ ചിത്രമാണ് ബിഡാമിയർച്ചി. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം 2010 പുറത്തിറങ്ങിയ മുന്തിന പാർത്തയായിരുന്നു. അതിനുശേഷം നിരവധി ചിത്രങ്ങൾ, അതിനുശേഷം 5 ചിത്രങ്ങളാണ് അദ്ദേഹം മൊത്തമായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തടം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു, അരുൺ വിജയെ വെച്ചുള്ള തടം. പിന്നെ മേഘമാന്, പിന്നെ അവസാനം അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയ കലക തലൈവൻ, അതായിരുന്നു അദ്ദേഹത്തിന് അവസാനമായിട്ട് പുറത്തിറങ്ങിയ ചിത്രം. തടം വലിയ ഹിറ്റായി. തടയർത്താക്കെ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ചിത്രം സ്ലീപ്പർ ഹിറ്റായിരുന്നു. പ്രതീക്ഷിക്കാതെ വന്ന ഹിറ്റായ ചിത്രമായിരുന്നു തടയർത്താക്കെ. അങ്ങനെ മകിഴ് തിരുമേനി ഒരു നല്ലൊരു ടാലൻ്റുള്ളൊരു ഡയറക്ടറാണ്. നല്ല സ്ക്രീൻ പ്ലേ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പം അദ്ദേഹവും അജിത്തും കൂടെ കൈ കോർക്കുമ്പോൾ അതൊരു നല്ല ചിത്രമായിരിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത്. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് അനിരുദ്ധാണ്. അനിരുദ്ധിനെ കുറിച്ച് പറയുമ്പോൾ അനിരുദ്ധും അജിത്തും കൂടെയുള്ള 3ാമത്തെ ചിത്രമാണ്. ആദ്യ ചിത്രം വേതാളം, ആലുമടോലുമയൊക്കെ ഉണ്ടാക്കിയ ഓളം ഭയങ്കരമായിരുന്നല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വേതാളം 2ാമത്തെ ചിത്രം വിവേകമായിരുന്നു. ഇത് അദ്ദേഹവും അജിത്തും കൂടെയുള്ള 3ാമത്തെ ചിത്രമാണ് ബിഡാമിയർച്ചി എന്നത്. അപ്പോൾ അനിരുദ്ധിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അജിത്തിൻ്റെ ഒരു ഫാൻ ബോയ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫാൻ ബോയ് സംഭവം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഫസ്റ്റ് ലുക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അജിത് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അപ്ഡേറ്റുകളാണ്. ഇടയ്ക്ക് അപ്ഡേറ്റുകളൊന്നും ഇല്ലായിരുന്നു. വലിമ അപ്ഡേറ്റൊക്കെ ചോദിച്ച് തമിഴ്നാട്ടിലുണ്ടാക്കിയ ഓളമൊന്നും ഭയങ്കര ഓളമായിരുന്നല്ലോ തമിഴ്നാട്ടിൽ അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ട്. ഇപ്പോൾ ഏതായാലും തുടരെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബിഡാമിയർച്ചിക്ക് ശേഷമുള്ള ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയുടെ അപ്ഡേറ്റുകൾ തുടരെ വന്നിരുന്നു, ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും. ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിയുടെ അപ്ഡേറ്റ് വന്ന് 2 ദിവസത്തിന് ശേഷം ഇതാ വീണ്ടും ബിഡാമിയർച്ചിയുടെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അങ്ങനെ തുടരെ അപ്ഡേറ്റുകളും ചിത്രങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് കുതിക്കുകയാണ്. ഏതായാലും ദീപാവലിക്കാണ് ചിത്രം റിലീസിനെത്തുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ 2023 ജനുവരിയിലാണ് അജിത്തിൻ്റെ അവസാനമായിട്ടൊരു സിനിമ പുറത്തിറങ്ങിയത്, തുനിവ്. അത് വാരിസ്, വിജയുടെ വാരിസിൻ്റെ കൂടെ ക്ലാഷ് വെച്ച് വന്ന സിനിമയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 1.5 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പോലും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ വലിയ കാത്തിരിപ്പിലാണ് തമിഴകം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ ബിഡാമിയർച്ചി ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട് ഒരു ഡീസൻറ്റ് ഫസ്റ്റ് ലുക്കായിട്ടാണ് തോന്നിയത്. വലിയ ഇതൊന്നും ആയിട്ടില്ല, പക്ഷേ ഒരു ആവറേജ് ഫസ്റ്റ് ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിലും നല്ലത് അദ്ദേഹത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലിയുടെ ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് ഒക്കെ വളരെ അടിപൊളിയായിരുന്നു. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏതായാലും ചിത്രം നീണ്ടു പോവുകയായിരുന്നു. ഏതായാലും ചിത്രം അവസാന മിനുക്കുമണികളിലാണെന്നാണ് കേട്ടത്. ഏതായാലും ചിത്രം ദീപാവലിക്ക് റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും 1.5 വർഷമായി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ട്. അപ്പോൾ ദീപാവലിക്ക് ചിത്രം റിലീസിനെത്തുമെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.